നമസ്കാരം. പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസീന. എന്നോടൊപ്പം ഉള്ളത് സുവിത്താണ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറെ ദുഃഖകരമായൊരു വാർത്തയിലൂടെയാണ് എല്ലാവരും കേരളം ഉണർന്നിരിക്കുന്നതെന്ന് വേണം പറയാൻ. കാട്ടാനക്കലിയിൽ ഇടുക്കിയിൽ അനാഥരായി 2 കുഞ്ഞുങ്ങൾ. മക്കളെ സ്കൂളിൽ വിടാൻ പോയ അമ്മയെ കാട്ടാന ചവിട്ടിക്കൊന്നത് ഇന്നലെയാണ്. പിതാവും 1 വർഷം മുൻപ് മരിച്ചതിനാൽ മക്കൾ 2 പേർ അനാഥർ. അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഇളയ കുട്ടിക്ക് പരിക്ക്. മൂത്ത മകൾ രക്ഷപ്പെട്ടു. ചിന്നക്കനാലിലാണ് ഇടുക്കിയിൽ. മക്കളെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാൻ പോയ യുവതിയെ കാട്ടാന ചവിട്ടിക്കൊന്നു. 1 വർഷം മുൻപ് അസുഖബാധിതനായി പിതാവ് വിട പറഞ്ഞ 11ഉം 15ഉം വയസ്സുള്ള കുട്ടികൾ ഇതോടെ അനാഥരായി. ചിന്നക്കനാലിൽ മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടി പോയതാണ്. അമ്മയും 2 കുട്ടികളും കൂടെ ഒരുമിച്ച് പോയി. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മൂടൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതിനാൽ തന്നെ ആന മുന്നിലുള്ള കാര്യം ഇവർ കണ്ടിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അമ്മ മുന്നോട്ടിറങ്ങിയതും. അങ്ങനെ അമ്മയെ ആന ചവിട്ടിക്കൊല്ലുകയും ചെറിയ കുട്ടിക്ക് പരിക്ക് പറ്റി. മൂത്ത മകള് രക്ഷപ്പെട്ടിട്ടുണ്ട്. വീട്ടിലേക്ക് വാഹന സൗകര്യമില്ലാത്തതിനാൽ 2 കിലോമീറ്ററോളം നടന്ന് ബോഡിമിട്ട് സൂര്യനെല്ലി റോഡിലെത്തിയാണ് കുട്ടികൾ സ്കൂൾ ബസ്സിൽ കയറി പോകുന്നത്. ബസ് എത്തുന്ന റോഡിന്റെ 100 മീറ്റർ അകലെ ഒരു പിടിയാനയും ഒരു കുട്ടിയാനയും ഇവരുടെ നേരെ ഓടിയെത്തി. കനത്ത മൂടൽ മഞ്ഞും മഴയും ആയിരുന്നതിനാൽ ആനകളെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ കുറച്ച് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ മേബി രക്ഷപ്പെടായിരുന്നു. പക്ഷെ മഴയും മൂടൽമഞ്ഞും ഒക്കെ കാരണം ആനയെ കാണാൻ അവിടുന്ന് പെട്ടെന്ന് പിന്തിരിയാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഈ 2 മക്കൾ ഇപ്പം അനാഥരായി എന്നുള്ളതാണ്. പിതാവ് 1 വർഷം മുന്നേ മരിച്ചുപോയി. നഷ്ടപരിഹാരം ഉടനടി 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായ രക്ഷിൻ്റെയും രക്ഷിണയുടെയും ഭാവിക്കായി സർക്കാർ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലെ ആദ്യത്തെ കേസ് എന്താ വെച്ചാൽ എല്ലാം പൊളിറ്റിക്സ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ED കേസ്, മമതാ ബാനർജിയുടെ കേസ്, അതൊക്കെയാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും വീണ വിജയന് ഒരു 242 ബാങ്ക് അക്കൗണ്ട് ഉള്ള കാര്യം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് 242 അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത്ര അക്കൗണ്ടിൽ പൈസ ഇടണം. അപ്പോൾ ഇങ്ങനെ സാധാരണ ബ്ലാക്ക് വൈറ്റ് ആക്കണ പൊതുവെ ഇങ്ങനെ അക്കൗണ്ട് ത്രൂ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ബ്ലാക്ക് വൈറ്റ് ആവുക ചെയ്യുക. അപ്പോൾ ഇത്ര അക്കൗണ്ടിൽ ചെറിയ എമൗണ്ടാണ് നിക്ഷേപിക്കണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ടാക്സ് വെട്ടിക്കാനും കഴിയും. അതും കൊണ്ടാണ് ഇങ്ങനെ അക്കൗണ്ട് തുടങ്ങുന്നത്. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ കൂടുതൽ കേസായിട്ടാണ് പോയിരിക്കുന്നത്. അതാണ് ഇന്നത്തെ ന്യൂസിൽ ശരിക്കും അവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരെണ്ണത്തിനൊരു രേഖകളും ഇല്ല. ആ കൂടെ ഉള്ള രേഖ എന്ന് പറയുന്നത് വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിനും CMRAയിലും തമ്മിലുണ്ടായ കരാറുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ വീണയുടെ മൊഴി, CMRAയിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, മറ്റു കരാർ രേഖകൾ. അല്ലാണ്ട് വേറെ രേഖകളൊന്നും തട്ടിച്ചായിട്ട് കാണുന്നില്ല. ഇതിപ്പോൾ ആരുടെ ഭാഗത്തെ തെറ്റ് എന്നുള്ളത് നമുക്ക് അറിയില്ല. പണ്ട് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മകളായതും കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്ന്. അപ്പോൾ പൊതുവെ അവര് മോശക്കാരിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഹൈക്കോടതി എന്തായാലും EDക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അന്വേഷിക്കാനുള്ള. ഇപ്പൊ കൂടുതൽ വിവരം എന്താന്നുള്ളത് ഇനിയുള്ള വരും ദിവസങ്ങളിൽ ആ അന്വേഷണത്തിൽ തെളിയുന്നതായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരു വാർത്ത എന്താന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു. നടൻ സലീം കുമാർ മരിച്ച ദിവസം ചടങ്ങിൻ്റെ ഇടയ്ക്ക് മകൻ ചന്തു ആളുകളോട് എന്താ പറയുക, ആ ഒരു വേദനയായിരുന്നു അദ്ദേഹം ആളുകളുടെ അടുത്ത് ആക്രോശിച്ചെന്ന് വേണം പറയാൻ. അപ്പൊ അതിനെ ചൊല്ലിയുള്ളൊരു വാർത്തയാണ്. സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി പോലീസ്. നടൻ സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങിൽ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്താനുള്ള ശ്രമത്തിനിടെ ചിലർ സ്ഥലത്ത് തിക്കും തിരക്കും ഉണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് ഇടപെടൽ. ഇത്തരം പ്രവൃത്തികൾ 2 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുന്ന കുറ്റമാണെന്ന് പോലീസ് സാമൂഹ്യ മാധ്യമം വഴി അറിയിച്ചു. സംസ്കാരം നടക്കുന്ന സ്ഥലത്ത് തിരക്കുണ്ടാക്കിയവരെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ ഇടപെട്ടിരുന്നു. സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങൾ പകർത്തിയവരോട് സലീം കുമാറിന്റെ മകൻ ചന്തു ദേഷ്യപ്പെടുകയും ചെയ്തു. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് മൊബൈലും കൊണ്ട് ചെല്ലുമ്പോൾ ആ ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ബോധമെങ്കിലും എല്ലാവരും കാണിക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പൊ അതെന്തായാലും അതിനൊരു കൃത്യമായ നടപടി എടുക്കുകയാണ്. എന്തായാലും നല്ലൊരു തീരുമാനമായിട്ടാണ് അത് തോന്നുന്നത്. നമ്മൾ സാധാരണ മരണ വീട്ടിൽ പോകുമ്പോൾ മരിച്ച ആളുടെ ഫോട്ടോ
വടക്ക് ഭാഗത്തേക്ക് ഇല്ല, പക്ഷെ തെക്ക് ഭാഗത്തേക്ക് അങ്ങനെ കുറച്ച് കേരളത്തിൽ അങ്ങനെ കണ്ടതായിട്ടുണ്ട്. ഇടുക്കി ജില്ലകളിലൊക്കെ അങ്ങനെ ഉണ്ട്. അത് ഒരു മോശപ്പെട്ട പ്രവൃത്തി തന്നെയാണ്. പോരാത്തതിന് മീഡിയക്കാർ എവിടെയുണ്ടെങ്കിലും നിങ്ങൾക്കൊന്ന് കുറച്ച് കോമൺ സെൻസ് എങ്കിലും എല്ലാ മീഡിയക്കാരും എന്തായാലും ഒന്ന് ചെയ്യണം. കാരണം ഒരു മരിച്ച വ്യക്തിയല്ലേ, അത് വിറ്റ് കാശുണ്ടാക്കണതിൽ ഒരു അർത്ഥം ഉണ്ടായിരുന്നു തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മീഡിയക്കാരെ തല്ലണം. നമ്മൾ മീഡിയയിലെ വർക്ക് ചെയ്യണത് അത് വരെ അറിയാം, പക്ഷെ ഞങ്ങളുടെ എത്തിക്സ് പാലിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോയിട്ടില്ല. കാരണം നമുക്ക് ആ ഒരു ഇമോഷൻ കണക്ഷൻ ഉള്ളതും കൊണ്ടാണ്. അങ്ങനെ എല്ലാവരും കാണിക്കണം. മറ്റൊരു വാർത്ത, തൃണമൂൽ പാർലമെന്റിലും പിളർപ്പ് എന്നൊരു വാർത്തയാണ്. മമതയില്ലാതെ MP-മാരും 28 ലോക്സഭാ അംഗങ്ങളിൽ 20 പേരും NDA പക്ഷത്തേക്ക്. രാജ്യസഭയിലും ഭീഷണി, സുഖേന്ദു ശേഖർ റോയ് രാജിവെച്ചു എന്നൊരു വാർത്തയാണ്. തൃണമൂൽ കോൺഗ്രസിൽ ബംഗാൾ നിയമസഭയിൽ തുടങ്ങിയ പിളർപ്പ് പാർലമെന്റിലേക്ക് വ്യാപിച്ചു. പാർട്ടിയുടെ 28 ലോക്സഭാ അംഗങ്ങളിൽ 20 പേർ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ അനുമതി തേടി സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകി. തൃണമൂൽ അംഗം സുഖേന്ദു ശേഖർ റോയ് രാജ്യസഭയിൽ നിന്ന് രാജിവെച്ചു. NDAയുമായി സഹകരിക്കുമെന്ന് പിളർന്ന പക്ഷത്തെ നേതാവ് കകോലി ഘോഷ് ദസ്തിദാർ പറഞ്ഞു. അപ്പം തൃണമൂലിൽ നിന്ന് എല്ലാവരും NDA പക്ഷത്തേക്ക് മാറിയിരിക്കുകയാണ്. 28 ലോക്സഭാ അംഗങ്ങളിൽ 20 പേരും മാറി എന്നുള്ളൊരു വാർത്തയാണ് കേൾക്കുന്നത്. മമതാ ബാനർജി പങ്കെടുത്ത ഇന്ത്യ സഖ്യത്തിന്റെ യോഗം നടക്കുന്നതിനിടെ പ്രതിപക്ഷത്തെ 3ാം വലിയ കക്ഷിയായ തൃണമൂലിലെ പിളർപ്പ് 2ാം ഘട്ട ഡൽഹിയിൽ അരങ്ങേറിയത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കൂറുമാറ്റം പ്രശ്നമാകും എന്നുള്ളൊരു, അതും 20 പേരാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കൂറുമാറ്റം പ്രശ്നമാകും എന്നുള്ള ചോദ്യം എല്ലാവരുടെ ഉള്ളിലുണ്ടാവാം. അതിൻ്റെ ഒരു മറുപടി ആയിട്ടെന്നുള്ളതാണ്, പാർട്ടിക്ക് ലോക്സഭയിലേക്കുള്ള അംഗബലത്തിന്റെ 2/3 ഉള്ളതിനാൽ പിളർന്നവർക്ക് കൂറുമാറ്റ നിയമപ്രകാരമുള്ള പ്രശ്നം ഉണ്ടാവില്ല. യഥാർത്ഥ തൃണമൂൽ ഏതെന്ന തർക്കം ഉണ്ടാവാം. NDAയുമായി സഹകരിക്കുമെങ്കിൽ പാർട്ടിയിൽ നിന്ന് ഉടൻ രാജിവെക്കുകയോ BJPയിൽ ചേരുകയില്ലെന്ന് വിമത MP-മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു പ്രധാന വാർത്ത എന്ന് പറയുന്നതും. മറ്റൊരു പ്രധാന വാർത്ത ഇത് തന്നെയാണ്. തൃണമൂലിൽ നിന്ന് MP-മാരെല്ലാം NDA പക്ഷത്തേക്ക് മാറി എന്നൊരു കാര്യം. അപ്പം മമത എങ്ങനെ ഈ ഒരു കാര്യത്തിനെ നേരിടുമെന്നും എങ്ങനെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകളെല്ലാം പോകുന്നത് എന്നതും ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതെന്തായാലും മമത എന്തായാലും കോൺഗ്രസിലേക്ക് ചേരും. കാരണം അവർക്ക് ആർക്കും ഇപ്പൊ സ്ഥിരബോധം ഇല്ല എന്നാ തോന്നുന്നു. മമത അടക്കം പൊട്ടി, എന്നിട്ട് പറയാ ഞാൻ രാജിവെക്കില്ല. നീ തോറ്റു, ഇഞ്ഞെന്തിനാ രാജിവെക്കേണ്ട ആവശ്യം? അതുപോലും മനസ്സിലാവാത്ത പാർട്ടിയാണ് ഇപ്പോ. അതുപോലെ PV അൻവറും തൃണമൂലിലേക്ക് ചാടിയപ്പോ വിജയം കാണും പറഞ്ഞിട്ട് നല്ല രീതിക്ക് തന്നെ തോൽക്കുക ചെയ്തത് നിലമ്പൂര്. പിന്നെ മറ്റൊരു വാർത്ത, പ്രധാൻ രാജിവെക്കണം, ഇന്ത്യ സഖ്യം. നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ള കാര്യം കുറച്ചും കൂടെ തീവ്രമായിട്ട് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. CJPയുടെ ആവശ്യത്തിന് പിന്നാലെ തന്നെ അതിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, വോട്ട് കൊള്ള വിഷയങ്ങളിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതാൻ ഡൽഹിയിൽ ചേർന്ന ഇന്ത്യ സഖ്യം യോഗം തീരുമാനിച്ചു. CBSE നീറ്റ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉടൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഗുരുതരമായ സാമ്പത്തിക സാഹചര്യം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കർഷകരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിക്കുമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അപ്പം അദ്ദേഹത്തിന്റെ രാജിവെക്കുക എന്നുള്ള കാര്യം എന്തായാലും തീവ്രമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും അതിന്റെ തുടർ നടപടി, എങ്ങനെയായിരിക്കും? എന്തായാലും എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയല്ലേ. ഇങ്ങനെ പെട്ടെന്നൊരു പാർട്ടി വരുന്നു, CJP വരുന്നു, അവർ ഇങ്ങനെ ഒരു ആവശ്യം, മന്ത്രി രാജിവെക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു, യുവജനങ്ങളെല്ലാം അതിനോടൊപ്പം നിൽക്കുന്നു. ഇപ്പോൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യും. ഇന്ത്യ സഖ്യം അദ്ദേഹം രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു, അത് ചർച്ചയാവുന്നു. എന്തായിരിക്കും ഇതിന്റെ തുടർ നടപടി എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ വേറൊരു വാർത്ത എന്താ വെച്ചാൽ, ജെയിംസ് ബോണ്ട് ആവാനില്ലെന്ന് ഇദ്രീസ് എൽബ. അപ്പോൾ ജെയിംസ് ബോണ്ട് ആവാൻ അങ്ങനെ അതൊരു സിനിമാ വാർത്തയാണ്, പക്ഷെ അതിന് വലിയ പ്രസക്തി ഇല്ല. കാരണം ജെയിംസ് ബോണ്ട് അവർ എന്തായാലും എടുക്കില്ല എന്നുള്ളത് പാരമൗണ്ട് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഹെൻറി കാവിൽ തന്നെയായിരിക്കും മിക്കവാറും അടുത്ത ജെയിംസ് ബോണ്ട് ആയിട്ട് വരിക. അപ്പം അത് സിനിമാ പ്രേമികൾക്ക് അത് മിക്കവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെന്തിനാ ഇങ്ങനെ ഒരു കാര്യം അവർ പറഞ്ഞതെന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല.
മറ്റൊരു വാർത്ത പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്നാണ്. സ്വല്പം സമാധാനം നൽകുന്ന ഒന്ന് തന്നെയാണ്, പക്ഷെ എത്ര കാലത്തേക്ക് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നേർക്കുനേർ ഇറാനും ഇസ്രായേലും, ട്രംപ് ഇടപെട്ടു, താൽക്കാലിക ആശ്വാസം. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ പശ്ചിമേഷ്യയിൽ വീണ്ടും ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടൽ. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് കരുതിയെങ്കിലും ഇരു കൂട്ടരും നയതന്ത്ര സമ്മർദ്ദത്തിന് വഴങ്ങിയതോടെ താൽക്കാലിക ആശ്വാസമായി. ഏപ്രിൽ 8 വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇരു കൂട്ടരും ആദ്യമായാണ് വീണ്ടും ഏറ്റുമുട്ടിയത്. ഇന്നലെ പുലർച്ചെ ഇറാൻ ആക്രമണം തുടങ്ങി. ഞായറാഴ്ച ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർത്തതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. ഇറാനിൽ നിന്ന് തൊടുത്ത 30ഓളം ബാലിസ്റ്റിക് മിസൈലുകളെ ചെറുത്തതിന് പിന്നാലെ ഇസ്രായേൽ തിരിച്ചടിച്ചു. എന്തായാലും ട്രംപ് ഇടപെട്ടിട്ട് അതിലൊരു താൽക്കാലിക ആശ്വാസം നൽകിയെന്നൊരു വാർത്തയാണ്. സംഭവം പശ്ചിമേഷ്യ യുദ്ധം തുടങ്ങിയിട്ട് 100 ദിവസങ്ങൾ പിന്നിട്ടു എന്നുള്ളൊരു വാർത്ത നമ്മൾ ഇന്നലെ പറയുണ്ടായി. അപ്പം ഇനി എന്താണ് ഇത്, എത്ര ദിവസത്തേക്ക് ഈ ഒരു അവര് നിർത്തും, കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങും എന്നുള്ളൊരു കാര്യമാണ്. ഇനിയെങ്കിലും ഈ യുദ്ധത്തിലൊരു അറുതി വരുത്തിയിട്ടില്ലെങ്കിൽ അത് എല്ലാ രീതിയിലും ആളുകളെ ബാധിക്കുന്നു എന്നുള്ളതാണ് കാര്യം. പിന്നെ അടുത്തൊരു ന്യൂസ് എന്താ വെച്ചാൽ, കുറെ ആയിട്ട് റബ്ബർ കർഷകർക്ക് നല്ല മോശമായിരുന്നു. കാരണം വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് റബ്ബർ മാറ്റിയിട്ട് മിക്കവരും പൈനാപ്പിളൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. റബ്ബർ വില കമ്മിയായതുകൊണ്ട്, മഴ ആയതുകൊണ്ട് കാര്യമായിട്ട് അങ്ങനെ വെട്ടം നടക്കണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അവർക്ക് നല്ലൊരു ആശ്വാസമുണ്ട്. റബ്ബർ 300 രൂപ ഇപ്പൊ ആയിട്ടുണ്ട്. അതായത് റെക്കോർഡ് നേട്ട അന്താരാഷ്ട്ര മാർക്കറ്റിലാണ് 300 കടന്ന് റബ്ബർ വില. ഇവിടെ RSS 4-ന് 267 രൂപയും ഉൽപാദനം കുറഞ്ഞ് വില ഉയർത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തിരിക്കുന്നത്. കാരണം ഒന്നാമത് ഉൽപാദനം കുറയുമ്പോൾ അതിന് ഡിമാൻഡ് കൂടും, അതിൻ്റെ വില കൂടും. അതുതന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനി എല്ലാവരും വീണ്ടും ഉൽപാദനം തുടങ്ങും, വീണ്ടും ഡിമാൻഡ് കുറയും. അതിലെന്തായാലും ഇനിയിപ്പോൾ 1 വർഷമെങ്കിലും വീണ്ടും വേണ്ടി വരും. അപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ 300 പിന്നിട്ട് റബ്ബർ വില. 5-ാം തീയതിയാണ് ബാങ്കോക്ക് മാർക്കറ്റിൽ വില കിലോയ്ക്ക് 301 രൂപയിലെത്തിയത്. ചരിത്രത്തിൽ ആദ്യമായാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില 300 കടന്നിരിക്കുന്നത്. 6-ന് വില 304 ആയി. തിങ്കളാഴ്ച നേരിയ ഇടിവോടെ 297 രൂപയായിരുന്നു വില. ബാങ്കോക്ക് മാർക്കറ്റ് 2026 തുടക്കത്തിൽ 191 രൂപയായിരുന്നു. 6 മാസത്തിനിടെ 58% വർധന ഉണ്ടായത്. അന്താരാഷ്ട്ര തലത്ത് ഉൽപാദനത്തെക്കാൾ റബ്ബറിന്റെ ഉപഭോഗം ഉയർന്നതാണ് വില വർധനയുടെ പ്രധാന കാരണം. മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, സ്ത്രീ യാത്ര ആനുകൂല്യം നാളെ തീരുമാനം എന്നുള്ളൊരു വാർത്തയാണ്. സൗജന്യ യാത്ര ആദ്യ 100 ദിനം ഓർഡിനറിയിൽ. ട്രാൻസ്ജെൻഡേഴ്സിനും ആനുകൂല്യം എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ പ്രധാനം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്ര ആദ്യ 100 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിലും വിശദമായ പഠനത്തിന് ശേഷം 2-ാം ഘട്ടത്തിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലും നടപ്പിലാക്കിയേക്കും. നാളെ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്ര അനുവദിക്കുന്നതാണ്. ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ 712 കോടി രൂപയും എല്ലാ ബസ്സുകളിലും ഓർഡിനറി ബസ്സുകളിൽ നടപ്പിലാക്കുകയാണെങ്കിൽ 712 കോടി രൂപയാണ്. ഇനി എല്ലാ ബസ്സുകളിലും നടപ്പിലാക്കുകയാണെങ്കിൽ 1300 കോടി രൂപയും ബാധ്യത ഉണ്ടാകുമെന്നാണ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ പെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരെങ്ങനെ തന്നെ ബാലൻസ് ചെയ്യും എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ മറ്റു വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. കാരണം വനിതകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുമ്പോൾ വരുന്ന അധിക സാമ്പത്തിക ബാധ്യത നികത്താൻ സർക്കാർ മറ്റു വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തും. ഇത് പഠിക്കാൻ ധനവകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പം അങ്ങനെ മറ്റു വരുമാന സ്രോതസ്സുകൾ അവർ കണ്ടെത്തുമ്പോൾ അത് സാധാരണക്കാരെ ഏത് രീതിയിൽ ബാധിക്കുമെന്നും എവിടേക്കാണ് അവരുടെ ആ ഒരു ബാധ്യത നികത്താൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നതും ഏറെ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതെങ്ങനെ ആളുകളെ ബാധിക്കും എന്നുള്ളതും. ബാധിക്കാനൊന്നുമില്ല. അതിപ്പോ നഷ്ടത്തിലായാലും കർണാടകയില് അത് മന്ത്രി പറഞ്ഞു ഇതെന്തായാലും ലാഭം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് അവരത് നിർത്തലാക്കി. അതുപോലെ ഇവിടെ നിർത്തലാക്കും കുറച്ചു കാലം കഴിഞ്ഞ്. ഇത്രത്തോളം നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അല്ലേ, അതെങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുള്ള. പിന്നെ ഇവരുടെ ഒരുപാട് പദ്ധതികളുണ്ട് മാനിഫെസ്റ്റോയിൽ പറഞ്ഞതൊക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം ബാലൻസ് ചെയ്യണമെങ്കിൽ ഇത്രയും വലിയൊരു നഷ്ടം ഉണ്ടാകുമ്പോൾ അതിനെ നികത്താൻ അവരെന്ത് ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും നാളെ തീരുമാനമാവും എന്നുള്ളതാണ് കാര്യം. പിന്നെ അടുത്ത ന്യൂസ്, സ്വർണത്തിന് വീണ്ടും കമ്മിയായിട്ടുണ്ട്. 760 രൂപയാണ് കമ്മിയായിരിക്കുന്നത്. അതായത് പവന് 1,11,240 രൂപയാണ് ഇന്നലത്തെ വില. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 10-11 മണി വരെ ഈ വില തന്നെയായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും മാറണം. ഒരു ദിവസം ഇപ്പോൾ 2 തവണയാണ് സ്വർണത്തിന് വില മാറുന്നത്. ഉച്ചയ്ക്ക് ശേഷം കൂടുതലും വില കൂടുന്നുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെയാണ്. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ രാവിലെ തന്നെ വാങ്ങുക. മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ,
ഷിഗല്ല ബാധിതരുടെ എണ്ണത്തിൽ വർധന എന്നുള്ളൊരു വാർത്തയാണ്. പ്രതിരോധം കർശനമാക്കുകയാണ്. സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധിതരുടെ എണ്ണം കുതിച്ചു വരുന്നതിനാൽ പ്രതിരോധ നടപടികൾ കർശനമാക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. കഴിഞ്ഞ വർഷത്തെ ജൂണിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ ഇരട്ടിയോളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം 133 പേർക്കാണ് രോഗം ബാധിച്ചത്. ഈ വർഷം രോഗികളുടെ എണ്ണം 85 കഴിഞ്ഞു. ഒരു മാസം 10 പേർക്കാണ് രോഗം ബാധിച്ചത്. ഷിഗല്ല ബാധിച്ച് ഈ വർഷം 2 പേരാണ് മരിച്ചത്. കഴിഞ്ഞ വർഷം മരണം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഏതായാലും ഷിഗല്ല വലിയ രീതിയിൽ ആളുകളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലം തുടങ്ങിയതേ ഉള്ളൂ. ഈ ഒരു മാസം 10 പേർക്കാണ് രോഗം ബാധിച്ചത്. കഴിഞ്ഞ വർഷം മരണം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്രാവശ്യം 2 പേരാണ് ഈ ഒരു രോഗത്തെ തുടർന്ന് മരിച്ചിട്ടുള്ളത്. ഈ വർഷം 85 കടന്നിരിക്കുകയാണ് രോഗികളുടെ എണ്ണം. കഴിഞ്ഞ വർഷം മരണമൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു രോഗത്തെ തുടർന്ന്. പക്ഷെ ഇപ്പം ഈ ഒരു മാസം 10 പേർക്ക് രോഗം സ്ഥിരീകരിക്കുക, അതിൽ 2 പേര് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇപ്പം എന്താ പറയുക, ഷിഗല്ല പ്രധാനമായും കുടലിനെയാണ് ബാധിക്കുന്നത്. വയറുവേദന, വയറിളക്കം, പനി, ക്ഷീണം, രക്തം കലർന്ന മലം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ സമീപിക്കാനും മുൻകരുതലുകൾ എടുക്കാനൊക്കെ ഏറെ ശ്രദ്ധിക്കണം. ആരോഗ്യവകുപ്പ് പറയുന്ന നിർദ്ദേശങ്ങൾ എന്തായാലും പാലിച്ച് ജാഗ്രതയോടെ തന്നെ തുടരുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ മലിനജലത്തിലൂടെ, കേടായ ഭക്ഷണത്തിലൂടെയൊക്കെയാണ് പ്രധാനമായിട്ട് ഈ രോഗം വരുന്നത്. ആഹാരം പാകം ചെയ്യുന്നവരിൽ നിന്നും രോഗം പകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു വൃത്തിയും കാര്യങ്ങളും എല്ലാം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ആരോഗ്യവകുപ്പിന്റെ ഒരു നിർദ്ദേശം പറയുന്നുണ്ട്, ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം ചേർത്ത് ഉപയോഗിക്കുന്നത് അത്യന്തം അപകടകരമാണ്. ഇത്തരത്തിൽ വെള്ളം ചേർക്കുമ്പോൾ അതിന്റെ ചൂട് 25 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് ആകും. ഈ വെള്ളത്തിൽ 100 കണക്കിന് ഇരട്ടി വേഗത്തിൽ അണുക്കൾ പെരുകും. ഇത് ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും. തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുക. നമ്മൾ പലപ്പോഴും ചെയ്യുന്നതാണത്. ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാനുള്ള രീതിയിൽ നമ്മൾ ആക്കുന്നത്. പക്ഷെ അത് കൂടുതൽ ഗുരുതരമായ ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തൊരു ന്യൂസാണ്, മഴ കാരണം 200 ഏത്തവാഴകൾ നശിച്ചു. അത് എപ്പോഴും മഴക്കാലത്ത് ഉണ്ടാവണതാണ്. ഈ മഴയുള്ളപ്പോൾ, കാറ്റുള്ളപ്പോൾ സാധാരണ വാഴകൾ എപ്പോഴും ഒടിഞ്ഞു പോവാറുണ്ട്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോരാത്തതിനും ഈ സമയത്താണ് അത്യാവശ്യം കായ്ക്കണ ഒരു ടൈമും ഉണ്ടാവാറുള്ളത്. ഈ സമയത്ത് കുറച്ച് കുറവായിരിക്കും. അടുത്ത മാസം മുതലായിരിക്കും കുറച്ച് വെയിലും കുറച്ച് മഴയുള്ളപ്പോഴൊക്കെയാണ് ശരിക്കും വാഴ കായ്ക്കാറുള്ളത്. അപ്പോൾ ശക്തമായ കാറ്റിലും മഴയിലും കൊക്കോട്ട് ചിറയിൽ വാഴകൃഷി വ്യാപകമായി നശിച്ചു. 200-നടുത്ത് ഏത്തവാഴകളാണ് ഞായറാഴ്ച രാത്രി 10:30 വീശിയ കനത്ത കാറ്റിലും മഴയിലും ഒടിഞ്ഞ് വീണത്. നെല്ലൂർ ജോർജ് കുട്ടിയുടെയും ജോമോന്റെ ഉടമസ്ഥയിലുള്ള കൃഷിയായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു ന്യൂസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒട്ടും ഒരു 10 വീട് എടുത്ത ഒരു 5-6 വീട്ടിലും വാഴ ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെ ഒടിഞ്ഞു പോവാറുണ്ട് ഈ മഴയത്ത്. അത് സ്ഥിരം നടക്കണ ഒരു ഇതാണ്. കർഷകരേറെ വെല്ലുവിളി നേരിടുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ. അതെ. അപ്പോൾ അതിന് ഒരു പരിഹാരമുണ്ട്. ഈ ചൂടിക്കയർ സാധാരണ ഇട്ടിട്ട് അതിന്റെ തലപ്പത്ത് എല്ലാ വാഴയും കൂടി ഒന്ന് കോർത്ത് കെട്ടി വെക്കണ ഒരു പരിപാടിയുണ്ട്. കുറെ കൃഷിക്കാരെ ചെയ്യാറുണ്ട്. പിന്നെ തടവിടുമ്പോൾ കുറച്ച് പൊക്കിയും തടവിടുമ്പോൾ അടിയിൽ നിന്ന് എന്തായാലും പൊട്ടി വരില്ല. ഇങ്ങനെയൊക്കെ അതിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ. പക്ഷെ ഇപ്പോഴത്തെ ഈ ശക്തമായ കാറ്റിലും മഴയിലും അത് എത്രത്തോളം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊരു വാർത്ത എന്താന്ന് വെച്ചാൽ, ഇപ്പം അടുത്തിടെ ഇങ്ങനെ കൂടുതൽ കാണുകയുണ്ടായി മുള്ളൻ പന്നി ആക്രമണം, കാട്ടുപോത്തിന്റെ ആക്രമണം, കാട്ടാനയുടെ ആക്രമണത്തിലൊക്കെ നിരവധി മരണം. ഇന്നും ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ്. മുള്ളൻ പന്നി കുറുകെ ചാടി ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. നാദാപുരമാണ്. സംസ്ഥാന പാതയിൽ മുള്ളൻ പന്നി കുറുകെ ചാടിയപ്പോൾ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. നരിപ്പറ്റ സ്വദേശി കിണറുള്ള കൈതച്ചാൽ KC ലിജേഷ് കുമാർ ആണ് മരിച്ചത്. പിന്നെ മറ്റൊരു കാര്യം, കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വനപാലകന് പരിക്ക്. കണ്ണൂരാണ്. ചെറുവാഞ്ചേരിക്കടുത്ത പൂവത്തൂർ കണ്ണാടിച്ചാലിൽ കാട്ടുപോത്തിന്റെ കുത്തേറ്റ് വനപാലകന് പരിക്ക്. ഇന്നലെ ഉച്ചയ്ക്ക് 12-നാണ് സംഭവം. പൂവത്തൂരിനടുത്ത് കണ്ണാടിച്ചാൽ വ്യക്തിയുടെ പറമ്പിൽ കാട്ടുപോത്ത് ഇറങ്ങിയതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് വനപാലക സംഘം സ്ഥലത്തെത്തിയത്. പറമ്പിലേക്ക് പ്രവേശിച്ച സംഘത്തിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഷൈജു പോത്തിന്റെ മുന്നിൽ പെട്ടു. ഷൈജുവിന്റെ തലയ്ക്കും വയറിനും കാലിനും പരിക്കേറ്റു. ഉടനെ കൂത്തുപറമ്പ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. അപ്പം ഇപ്പൊ ദാ കാട്ടാനയുടെ ആക്രമണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇത്രത്തോളം ഇപ്പോൾ നമ്മളടുത്ത് ഒരുപാട് ഇങ്ങനത്തെ വാർത്തകൾ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുകയാണ്, തെരുവുനായുടെ ആക്രമണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്താ ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തായി ചിന്തിക്കേണ്ട ഒന്ന്. അതെ. പോരാത്തതിന് മുള്ളൻപന്നി പൊതുവെ രാത്രിയാണ് അത്
ഇറങ്ങാറുള്ളൂ. പകല് മുള്ളംപന്നി ഇറങ്ങില്ല, പകൽ അത് ഉറങ്ങുക ചെയ്യുക. അതുകൊണ്ട് നടുരാത്രിയുള്ള, അതും മിഡ് നൈറ്റിൽ മാത്രമേ മുള്ളംപന്നി ഇറങ്ങാറുള്ളൂ. അപ്പോൾ ഈ രാത്രി കാട്ടിലൂടെയുള്ള പോക്ക് അത്യാവശ്യം കുറയ്ക്കുകയാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ മഴയുടെ പ്രശ്നമാണെങ്കിലും കാട്ടാനയുടെ ആണെങ്കിലും ഈ മുള്ളംപന്നിയുടെ ആണെങ്കിലും എല്ലാം കാട്ടിൽ നടന്ന സംഭവങ്ങളാണ് ഇത്. അപ്പോൾ ഈ മഴക്കാലത്ത് രാത്രിയാകുമ്പോൾ കാട്ടിൽ പോവാണ്ടിരിക്കുക, ഏർലി മോർണിംഗിലാവുമ്പോഴും കാട്ടിൽ പോവാണ്ടിരിക്കുക. അതൊക്കെ അവരുടെ ടൈമാണ്, മൃഗങ്ങളുടെ ടൈമാണ്. അവരുടെ തീറ്റ തേടി ഇറങ്ങുന്ന ടൈമാണ്. അവർ അത്യാവശ്യം ഉച്ചയാകുമ്പോൾ കുറച്ച് ഉറങ്ങാനാണ് അവർ സമയം കണ്ടെത്താറുള്ളത്. അതുകൊണ്ട് നടുരാത്രിയും പുലർച്ചെയുള്ള ടൈമിൽ നിങ്ങൾ കാട്ടിലധികം സഞ്ചരിക്കാണ്ടിരിക്കുക. മറ്റൊരു വാർത്ത തൂഫാനെ, ലഹരി വേട്ടയ്ക്ക് എതിരായിട്ടുള്ള തൂഫാനെ സംബന്ധിച്ചിട്ടുള്ള ഒന്നാണ്. ലഹരി വേട്ടയ്ക്ക് വോറിയർമാർ, പ്രത്യേക പോലീസ് ഇന്റലിജൻസ് ടീം. ആഞ്ഞു വീശും തൂഫാൻ. ലഹരി മാഫിയ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ യജ്ഞത്തിന്റെ ഭാഗമായി ലഹരി വേട്ടയ്ക്കുള്ള രൂപരേഖ ആഭ്യന്തര വകുപ്പ് തയ്യാറാക്കി. ഓരോ ജില്ലയിലും 100 പേരെ വീതം തൂഫാൻ വോറിയർമാരായി നിയമിക്കും. രഹസ്യവിവരങ്ങൾ പോലീസിനെ അറിയിക്കുകയാണ് ദൗത്യം. ജില്ലാ പോലീസ് മേധാവി ഓരോ ജില്ലയിലെയും ടീമിനെ തിരഞ്ഞെടുക്കും. എന്തായാലും ഒരാഴ്ച കൊണ്ട് അറസ്റ്റ് ചെയ്തത് 1559 പേരെയാണ് ഈ ഒരു തൂഫാൻ യജ്ഞത്തിലൂടെ. 1442 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇവരിൽ നിന്നൊക്കെ 111.58 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. 1.13 കിലോ MDMAയും പിടിച്ചെടുത്തു. വലിയ അളവിലുള്ള ലഹരി കടത്തിയതുമായി ബന്ധപ്പെട്ട് 12 കേസെടുത്തു. ഏറ്റവും കൂടുതൽ കേസെടുത്തത് പാലക്കാട്ടാണ്. എന്തായാലും ഈ ഒരു പദ്ധതി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് വേണം പറയാൻ. ജൂൺ 2-ന് ആരംഭിച്ച ഈ പദ്ധതി ഇതാ ഇന്ന് ഈ ദിവസം വരെ എല്ലാ ദിവസവും അതിൻ്റെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായി, ഈ തൂഫാനെ കുറിച്ച് വിവരം പോലീസിന് പറഞ്ഞ ഒരു വ്യക്തിയെ ആക്രമിച്ചു എന്നുള്ളൊരു സംഭവം. ഇത്തരത്തിൽ പരാതി നൽകുന്നവരുടെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി നോക്കുക എന്നുള്ളതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഇനിയും വരും. എന്തായാലും നല്ല രീതിയിൽ തന്നെ അത് പോകുന്നുണ്ട്. നമുക്ക് ഒരു നല്ലൊരു മാറ്റം എന്തായാലും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ പാലക്കാട് പറഞ്ഞില്ലേ, വാളയാർ ചെക്ക് പോസ്റ്റിനാണ് എപ്പോഴും ഇത് പിടിക്കാറുള്ളത്. ഇപ്പൊ ഒരു ദിവസം കോയമ്പത്തൂരിൽ നിന്ന് ബൈക്കിൽ വരുമ്പോൾ ഇതുപോലെ എന്നെയും കൈ കാണിച്ച് മൊത്തത്തില് അവരൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം അവിടെ ഒരുത്തനെ പിടിച്ചു നിർത്തിയായിരുന്നു. അവൻ്റെ ആണെങ്കിൽ 2 കിലോ കഞ്ചാവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് സാക്ഷി പറയാൻ പറ്റുമോ എന്ന് അവരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കുറെ നേരം മടിച്ചു നിന്നപ്പോൾ അവര് ഞങ്ങളുടെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞു. കാരണം ആരെങ്കിലും സാക്ഷി പറഞ്ഞാൽ അത് കേസ് നിലനിൽക്കുള്ളൂ ഇത്ര. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിലെന്തായാലും നമുക്ക് അങ്ങനെ പറയാന്നുള്ളൊരു കാര്യം, ഇവരത് സുരക്ഷയായിട്ട് തന്നെ ആളുകളുടെ വിവരങ്ങളും കാര്യങ്ങളും സൂക്ഷിക്കും എന്നുള്ളൊരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിവരങ്ങൾ നൽകുന്നവർക്ക് കൃത്യമായ പ്രതിഫലം എന്തായാലും ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും അതുകൊണ്ട് തന്നെ ഒരുപാട് അറസ്റ്റ്, ഒരുപാട് കേസുകളൊക്കെ നമുക്ക് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുമുണ്ട്. അടുത്ത സ്പോർട്സ് ന്യൂസ് ആണ്. ഇപ്പൊ എല്ലാവരും ഫുട്ബോളിന്റെ തിരക്കിലായിരിക്കും, പക്ഷെ എന്നാലും നമുക്കിടയിൽ ക്രിക്കറ്റിന്റെ ടെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പൊ അഫ്ഗാനെ തോൽപ്പിച്ചിട്ട് ടെസ്റ്റിൽ നല്ല 300 റൺസിന് നമ്മുടെ ഇന്ത്യ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ന്യൂസാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ ഫുട്ബോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ ഫുട്ബോൾ കാണുന്നുള്ള സംശയം മിക്കവർക്കും ഉണ്ടാവും. ഒരു കാസ് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫുട്ബോൾ ലൈവായിട്ട് കാണാൻ പറ്റും. അവരത് ഫുട്ബോൾ ഫിഫേൻ്റെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കാണാം. ഇത് മിക്കവരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഏറെക്കുറെ എല്ലാ പത്രത്തിലെയും പ്രധാന വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ കൂടുതൽ വിശേഷവും പുതിയ വാർത്തകളുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും.